ഇങ്ങോട്ട് തിരിഞ്ഞാ എങ്ങോട്ടായിരിക്കും? അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാ എങ്ങോട്ടായിരിക്കും? എന്റെ നെയ്ബർ ആണോ? എന്താ നെയ്ബർ ചേച്ചിയുടെ പേര്? എന്റെ പേര് ഡൈമോൾ. ഡൈമോൾ? ഡൈമോൾ. ഡയ്യോ? അയ്യോ, സ്പെല്ലിംഗ് പറയാമോ? DYEMOL. എന്റെ പപ്പയുടെ മമ്മിയുടെയും പേരിന്റെ ഒരു കൊളാബാണ്. എന്താ പേര്? എനിക്കൊന്ന് പേരറിയണം. അത് എന്റെ പപ്പയുടെ പേര് ഡിക്സൺ എന്നാ, മമ്മിയുടെ പേര് മോളി. മോളി. അങ്ങനെ ആ മോളും ഡിയോ ഒക്കെ എടുത്ത് അപ്പൊ ഞങ്ങക്ക് ലാബാണ്, ലാബോറട്ടറി ആണ്. അപ്പൊ മരുന്നുകളുടെ പേരൊക്കെ വെച്ചിട്ട് ഒരു പാരസെറ്റമോൾ ലൈൻ. ഓ അത് ശരി. എനിക്ക് അത് മോളല്ല, മോളാണ്. MOL. ഹസ്ബൻഡിന്റെ പേരും വെറൈറ്റിയാ, ബാജു ആന്റണി. ഇതെങ്ങനെ കണ്ടുപിടിച്ച്? അത് പിന്നെ ആളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കണം. എനിക്ക് പരിചയമുള്ള തോന്നണത് റൈമിങ്ങിനാന്ന് തോന്നുന്നു. റൈമിങ്. അവര് 3 പേരാ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. മൂത്താളുടെ പേര് നന്മ, രണ്ടാമത്തെ സ്തുതി. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. എനിക്ക് പരിചയം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു പരിചയമുള്ള അശോകേട്ടനുണ്ട്, അശോക് കുമാർ. അശോകേട്ടന്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട്, കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബെറ്റ്നിസോൾ എന്നാണ്. അതെ, അതൊരു മരുന്നിന്റെ പേരാണ്. അത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് ആ മരുന്നാണെന്നാണ് പറയണത്. അങ്ങനെ ആ പേരിട്ടു, ബെറ്റ്നിസോൾ. അതെ, അപ്പൊ ബെറ്റ്നി എന്ന് വിളിക്കും. എന്തല്ലേ, ഭയങ്കര വെറൈറ്റി അല്ലേ? ഈ വീടിന് തൊട്ടടുത്തുള്ള എസ്തർ എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടില് 3 ഡോഗ്സ് ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഫേവറേറ്റും എസ്തറാണ്, എസ്തറിന്റെ ഫേവറേറ്റും അവരാണ്. ഇപ്പൊ ഈ 3 മാല അവരുടെ 3 പേർക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് ഇട്ടക്കണ ഈ മാല ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് തമ്മിൽ സത്യം പറഞ്ഞ ഒരു ഡാപ്പോടാ ബന്ധാണ്. അതായത് നമുക്ക് ഇപ്പൊ അവർക്ക് കളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഡൈമോളെ കളിക്കാൻ വേണ്ടിയില്ലേ, ഇവർക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, കുറച്ച് കുട്ടികള്. അപ്പൊ അവരാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടികൾ. അതായത് റൗഡി ഗ്യാങ് ആണ്. മതിലി ആടുക, റംബുട്ടാൻ പറിക്കുക, ഈ വക ഐറ്റംസ് ആണ് അവിടെ. വിളിക്കാറ്. പിന്നെ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഞാൻ കണ്ടുപോയപ്പോ ഇവിടെ അവിടെ ഉറക്കന്നെ വിളിക്കുക ഡൈമോളേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാരെല്ലാരും നോക്കിയപ്പോ ദാ വരുന്നു ആചാരബാഹു ഒരാള്. ഇവിടെ ആരെയും വിളിക്കേ. പിന്നെ ഞങ്ങളുടെ ഒക്കെ കുട്ടികൾ വലുതായല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. ഞങ്ങളുടെ ഒരു മദേഴ്സിന്റെ ഗ്യാങ് ആണ്. ഞങ്ങളുടെ പിന്നെ വാർഷിക ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ ഞങ്ങള് ഒരു 7 പേരാണ് അതിനകത്തുള്ളത്. ഞങ്ങൾ അതിനകത്ത് പേരിട്ടത് വൈബ്രന്റ് ഗേൾസ് എന്നാണ്. പക്ഷെ ഞങ്ങളെ അവിടുത്തെ പിള്ളേര് വിളിക്കണത് വിഭ്രാന്തി ഗേൾസ് എന്നാണ്. വിഭ്രാന്തി. നമ്മളിടാലോ. അപ്പൊ ഞങ്ങള് 6 പേരൊക്കെ ഫ്ലെക്സ് വെച്ച് ഞങ്ങളുടെ പേരെഴുതി തന്നെ ഫ്ലെക്സ് വെച്ച്. കാരണം വൈബ്രന്റ് ഗേൾസിനെ ആർക്കും അറിയില്ലല്ലോ. ആരാണെന്ന് എല്ലാരും അറിയിക്കാൻ വേണ്ടി. ഇന്ന് വൈബ്രന്റ് ഗേൾസിന് ഡാൻസ് ഉണ്ട് ഇവിടെ. അതൊന്നും ഇല്ല, ഇന്ന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതെ, 2 വിഭ്രാന്തികൾ. അല്ല, 2 വിഭ്രാന്തികളുണ്ട്. എസ്തറിനെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? എസ്തറിന് ഇഷ്ടമുള്ള സാധനങ്ങളാ. അപ്പൊ ഞങ്ങൾക്ക് തരുമായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വൈബ്രന്റ് ഗേൾസിലെ 6 പേർക്കും ഒരു ഹായ് പറയാമോ? ഹായ് വൈബ്രന്റ് ഗേൾസ്. ഹലോ വൈബ്രന്റ് ഗേൾസ്. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ഫോർ വൈബ്രന്റ് ഗേൾസ്. യെസ്. And thank you so much for being here for our Esther. Thank you.